ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഒരു ക്രൂഷ്യൽ ഏരിയയ്ക്ക് അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. 24,240 എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ കാലങ്ങളായിട്ട് അത് ബ്രേക്ക് ചെയ്ത് കംഫർട്ടബിളി മേളിലേക്ക് കയറിയാൽ മാർക്കറ്റിൽ ബുൾസിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുകയും അതിൻ്റെ താഴെ ട്രേഡ് ചെയ്യുമ്പോഴൊക്കെ മാർക്കറ്റ് അടുത്ത ഒരു 200-300 പോയിന്റിനകത്താണെങ്കിൽ മാർക്കറ്റ് സൈഡ് വേസും അതിൻ്റെ താഴേക്കാണെങ്കിൽ മാർക്കറ്റ് നെഗറ്റീവുമായിട്ടുള്ള ഒരു സോണിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ അപ്പർ ഏരിയയിലേക്ക് വരികയാണ്. 24,240 മേളിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ അതിന് മേളിൽ ക്ലോസ് ചെയ്തിരുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി അതിൻ്റേതായ റീസൺസ് ഉണ്ട്. ഒന്ന്, ഒരു എക്സ്പയറിക്ക് ശേഷം അടുത്ത മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനൊരു പ്രീമിയം വാല്യൂ ഉണ്ടാവും. അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്. ജസ്റ്റ് എത്ര മനസ്സിലാക്കുക, അടുത്ത എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം അതിനൊരു ഹയർ വാല്യൂവിനുള്ള ഒരു സാധ്യത കുറച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു പോസിറ്റിവിറ്റിക്കുള്ള കുറച്ച് റീസൺസ് അവിടെ ഉണ്ടായിരുന്നു താനും. ഇന്ന് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് US സ്ട്രൈക്സും തിരിച്ച് ഇറാൻ്റെതും ഒക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട്. അതിന് അതിൻ്റെതായ വാല്യൂവും ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഫെഡ് റേറ്റ് കാര്യമായിട്ട് മാറ്റിയിട്ടില്ല. അത് കൂട്ടുമെന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് കൂട്ടിയിട്ടില്ല. അപ്പോൾ അത് അൺചേഞ്ച്ഡ് ആയിട്ട് അടുത്ത 6ാമത്തെ തവണയും അതിനെ കണ്ടിന്യൂ ചെയ്ത് തന്നെ കൊണ്ടുപോയി. സോ അത് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് എടുത്തുകൊണ്ട്, അതിന് മുന്നേ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഡൗ ജോൺസ് ഒക്കെ ഡൗൺ ആയിരുന്നു, ഒരു 1.5% ഡൗൺ ആയിരുന്നു. ആ ലോസൊക്കെ റിക്കവർ ചെയ്ത് തിരിച്ച് കയറി വന്നു. പിന്നെ അവിടുത്തെ IT സെക്ടർ സ്റ്റോക്സിൻ്റെ അത്യാവശ്യം നല്ലൊരു ഒരു റിക്കവറി അവിടെ സംഭവിച്ചു. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് വന്നു. നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് സ്റ്റേബിളാക്കി നിർത്തിയിരിക്കാൻ സഹായിക്കും. മാർക്കറ്റ് മേളിലേക്ക് കയറിപ്പോകാൻ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ പറഞ്ഞിരുന്നു IT സെക്ടർ വാച്ച് ചെയ്യുക എന്നുള്ളത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെ സംഭവിച്ചു. IT സെക്ടർ അത്യാവശ്യം ബുള്ളിഷായിട്ട് കയറി വന്നു. ഇനിയും അത് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും ഇപ്പോൾ നിൽക്കുന്ന ഈ മാർക്കറ്റിനുള്ളിൽ ഒരിക്കലും ഹെവി ആയിട്ടുള്ള ഫണ്ട് ഡിപ്ലോയ് ചെയ്യരുത്. ഈ പറഞ്ഞു തരുന്ന ഞാൻ അവിടെ ഫണ്ട് കാര്യമായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടില്ല. ബിക്കോസ് മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാറായിട്ടില്ല. അപ്പോൾ ആ പോസിറ്റിവിറ്റി നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു ഏരിയ ഞാൻ വീണ്ടും ഒരു 200+ ഒരു 440 മേളിൽ വരട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് ഒരു ബ്രിമ്മിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഉള്ളിലേക്ക് വലിക്കാനുള്ള, അതായത് മാർക്കറ്റ് നോർമലൈസ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഉള്ളിലേക്ക് വലിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ഫ്ലോ ചെയ്യുന്ന ഒരു മാർക്കറ്റിലായിരിക്കും നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ എളുപ്പം. സോ ആ ഫ്രീ ഫ്ലോ മാർക്കറ്റ് ഇതുവരെ മാർക്കറ്റിൽ വന്നില്ല. സ്റ്റോക്സിൽ 1-2 സ്റ്റോക്സിൽ വന്നിട്ടുണ്ട്. IT സെക്ടറിൽ വേറെ 1-2 സെക്ടേഴ്സിനകത്ത് ആ ഒരു ഫ്രീ ഫ്ലോ, LNT പോലത്തെ സ്റ്റോക്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഡിപ്ലോയ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇൻഡെക്സ് കാര്യമായിട്ട് മാറി വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുപോലത്തെ സ്റ്റോക്സ് മാത്രം കണ്ടെത്തുക, അതിൽ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയോ സ്റ്റോക്സ് ഒരു 3-4 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കി വെക്കുക. എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇപ്പോൾ ഇതിനുള്ളിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് ചാർട്ടിലേക്ക് കിടക്കാം. ഓക്കെ, സ്വിഗ്ഗി, സൊമാറ്റോ, കല്യാൺ ജ്വല്ലേഴ്സ്, ആനന്ദരാജും 580 സംതിങ് 5 സംതിങ്ങിലാണ് പറഞ്ഞിരുന്നത്. 600 മുകളിലാണ് ഇന്നലെ നിന്നത്. ഇന്ന് 613 അടുപ്പിച്ചാണ് നിൽക്കുന്നത്. അതിന് 620 മേളിൽ വീണ്ടും ഒരു മൊമെൻ്റ് കിടപ്പുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, ബാക്കി എട്ടാണല്ലേ സ്വിഗ്ഗി, കല്യാൺ ജ്വല്ലേഴ്സ്. RVNL മൂവ് ചെയ്തിട്ടില്ല. RVNL 236 മേളിലാണ് ട്രേഡ്, വന്നിട്ടില്ല. SBI 1040 മേളിലാണ് ട്രേഡ്, വന്നിട്ടില്ല. ICICI ബാങ്ക് 1440 മേളിൽ 1360 അത് നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. ഇൻഫോസിസ് 1120 പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1156 ആയിട്ടുണ്ട്. ഇനിയും മേളിലേക്ക് സാധ്യതയുണ്ട്. TCSും 2400 മേളിൽ കയറിയാൽ ഒരു മൊമെൻ്റം ഉണ്ട്. പക്ഷേ ഇതൊക്കെ നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ഇനിയും ഒരു 10% മൊമെൻ്റം കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുക. അപ്പോൾ ഫണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡിപ്ലോയ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാർട്ട് അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ,
നമ്മുടെ മാർക്കറ്റ് അതിൻ്റെ ഹയർ റേഞ്ചിലേക്ക് ജസ്റ്റ് വീണ്ടും വന്ന് ടച്ച് ചെയ്തു. ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഫ്ലാറ്റ് ടു നെഗറ്റീവ് എന്ന് പറയുന്നില്ല, ഫ്ലാറ്റ് തന്നെ ആയിട്ടുള്ളൊരു എമൗണ്ടാണ്. അപ്പോൾ 240 റേഞ്ചിൽ തന്നെ 220 റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യാൻ സാധ്യത. സോ നമുക്ക് എന്നത്തെയും പോലെ ചാർട്ടിൽ വരയ്ക്കാം. സോ ഇതാണ് ഇന്നത്തെ ഓപ്പണിംഗ് ഏരിയ എന്ന് പറയുന്നത്. 220 റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയെങ്കിൽ ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ഇവിടെ 260 മേളിലുള്ള ഒരു 264 മേളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ 350 ഇതിന് പോകാനുള്ള ഒരു സാധ്യത കിടപ്പുണ്ട്. അതിനുശേഷം മേളിലേക്കാണെങ്കിൽ 440 നമ്മുടെ ലെവല്. ഓക്കെ, അടുത്ത് താഴേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 200 താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് വീണ്ടും 24,140 24,100 വരാം. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് പിടിച്ചു നിൽക്കുക എന്നുള്ളതായിരിക്കും ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. സോ മേളിലേക്ക് പോയാൽ ഈ 2 ലെവൽസ് ടെസ്റ്റ് ചെയ്യുകയോ, ഇവിടെ ഒരു ട്രെൻഡ് ലൈനൊക്കെ ഉണ്ട്, ആ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്യുകയോ, ഇല്ല താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയക്കുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയോ. ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കുണ്ട് 24,000 ട്രേഡ് ഉണ്ട്. സോ ഈ 2 ലെവൽസ്, മേളിലേക്ക് 2 ലെവൽസ്, ഞാൻ മാർക്കറ്റ് വലിയൊരു മൊമെൻറ്റം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മാർക്കറ്റ് ഒരു സ്ലോ മൊമെൻറ്റം മേളിലേക്ക് കയറി വരുവാണെങ്കിൽ നമുക്ക് ആ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് നമ്മുടെ മാർക്കറ്റിൽ വരും. നമുക്ക് വീണ്ടും ബയേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വരും. യുദ്ധവും ബാക്കി ടെൻഷൻസും ഒക്കെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. സോ ഐ എം നോട്ട് ഷുവർ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നോക്കാം, നമുക്ക് അതിനനുസരിച്ചിട്ട് ഡിസിഷൻ എടുക്കാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. റൈറ്റ് സേഫ്, ടേക്ക് കെയർ, ബൈ.